ഇറാനിൽ അമേരിക്കയുടെ അതിശക്തമായ വ്യോമാക്രമണം. ഖ്വഷ്ട സിർക്ക് മേഖലകളിലാണ് ആക്രമണം. ഹോർമുസിൽ കപ്പലുകൾ ആക്രമിച്ചതിനുള്ള മറുപടിയെന്ന് അമേരിക്ക അറിയിച്ചു. ഇറാന്റെ എണ്ണ കയറ്റുമതിക്ക് അനുവദിച്ച ഉപരോധ ഇളവും അമേരിക്ക പിൻവലിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് ഹോർമുസിൽ 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ IRGC ആക്രമണം നടത്തിയത്. ഇറാൻ അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും അപകടകരമായ നീക്കങ്ങൾ നടത്തുകയാണെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ആണ് ചേരുന്നത്. ഐസൺ, ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്നതുവരെ ഇറാനെ ആക്രമിക്കില്ല എന്നുള്ള കാര്യം ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ, ഈ ചരക്ക് കപ്പലുകൾക്ക് നേരെ തുടരുന്ന IRGCയുടെ ആക്രമണം അപ്പോൾ അമേരിക്കയ്ക്ക് നോക്കി നിൽക്കാൻ സ്വാഭാവികമായും കഴിയില്ല. അതുകൊണ്ടായിരിക്കണം തിരിച്ചടിച്ചത്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ കപ്പലുകൾക്ക് നേരെ, ഈ ഹോർമുസിൽ കടന്നു പോകുന്ന കപ്പലുകൾ ഇറാൻ വീണ്ടും ആക്രമിക്കുന്നത്? അത് അക്കാര്യത്തിൽ നേരത്തെ ഒരു ഉടമ്പടി ഉണ്ടായതാണ്. പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും ഇറാന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു പ്രകോപനം? ഐസൺ. തീർച്ചയായും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായൊരു പ്രകോപനമാണ് ഈ ആക്രമണത്തിലേക്ക് നീങ്ങിയത് എന്നതൊരു വസ്തുത തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രിട്ടൻ്റെ മെർക്കൻറ്റൈൽ ട്രേഡ് ഓർഗനൈസേഷനാണ് ഈ 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയ വാർത്ത ഇന്നലെ തന്നെ അറിയിക്കുകയും ചെയ്തത്. ഹോർമുസിലൂടെ കടന്നുപോയ 3 ചരക്ക് കപ്പലുകൾക്ക് നേരെയായിരുന്നു ആക്രമണം നടന്നത്. ഈ ആക്രമണം നടന്ന ഉടൻ തന്നെ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചനയും നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് അതിശക്തമായ ഒരു ആക്രമണം ഇറാനിലെ കഷമിലും അതുപോലെ തന്നെ സിറിക് മേഖലകളിലെല്ലാം തന്നെ അതിശക്തമായ ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന്, സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തത്. വലിയൊരു ആക്രമണം തന്നെയാണ് നടന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിശക്തമായ ആക്രമണം തുടരുമെന്ന് നേരത്തെയും അറിയിച്ചിരുന്നു. നേരത്തെ ആദരിച്ചു സൂചിപ്പിച്ച ആ വിഷയം ഗൗരവതരമായൊരു വിഷയമായിരുന്നു. അതായത് ഈ സമാധാന ധാരണയുടെ സാഹചര്യം നിലനിൽക്കുന്നു, അതുപോലെ തന്നെ ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആക്രമിക്കില്ല എന്നൊരു നിലപാട് നേരത്തെ ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിനെല്ലാം വിരുദ്ധമായ നിലപാട്, അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ ഒരു വെല്ലുവിളിയായി മാറുന്നൊരു നിലപാട് ഇന്നലെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. സമാധാന ധാരണയിലേക്ക് എത്തുകയും ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്നതിനുള്ള തുടർച്ചകൾ ഉണ്ടാവുകയും ചെയ്തില്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ളൊരു നിലപാടിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഇത്തരത്തിൽ 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം ഇറാൻ്റെ ഭാഗത്തുനിന്ന്, IRGCയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒമാൻ്റെ പരിസരത്ത് കൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടാകുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇറാൻ്റെ പരിധിയിൽ നിന്നും അപ്പുറത്തേക്ക് കടന്ന് സഞ്ചരിക്കുന്ന കപ്പലുകൾ, സമുദ്രാതിർത്തിക്ക് അപ്പുറത്ത് ഒമാൻ്റെ പരിധിയിൽ സഞ്ചരിക്കുന്ന, ഹോർമുസിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്കെല്ലാം തന്നെ നേരെ ആക്രമണവും അതുപോലെ തന്നെ നീക്കങ്ങളും നടത്തുന്നതിന് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ളൊരു നീക്കമായിരുന്നു ഇറാൻ്റെ IRGCയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരമൊരു നീക്കമുണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് കടുത്തൊരു ആക്രമണത്തിലേക്ക് നീങ്ങിയത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. മറ്റൊരു നിർണായക ഘടകം, നേരത്തെ ഉണ്ടായിരുന്ന സമാധാന ധാരണയുടെ പശ്ചാത്തലത്തിൽ പലതവണ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്ന്. എങ്കിൽ കൂടി ഇത്തവണ ഒരു വ്യത്യസ്തമായൊരു നീക്കം കൂടി ഉണ്ടായിട്ടുണ്ട്. US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് ഇറാൻ്റെ എണ്ണ വിൽപ്പനയ്ക്കുള്ള ഉപരോധം 60 ദിവസത്തേക്ക് നിർത്തിവെച്ചിരുന്നു. പക്ഷേ ആ നിർത്തിവെച്ച ആ നടപടി പിൻവലിച്ചുകൊണ്ടുള്ളൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് ഗൗരവമർഹിക്കുന്നൊരു വിഷയമായി തന്നെ നിരീക്ഷിക്കപ്പെടേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ, അതായത് ഇന്ന് നടന്ന ആക്രമണത്തിൽ അത്തരമൊരു നീക്കം കൂടി നടന്നത് ഒരു പക്ഷേ ഇറാനെതിരെ സൈനിക നടപടി കൂടുതൽ ശക്തമാക്കാനുള്ളൊരു സൂചനയായി തന്നെ കണക്കാക്കാവുന്നതാണ്. ശരി ഐസൺ, അപ്പോൾ വീണ്ടും ഈ സമാധാന ഉടമ്പടിയിൽ തന്നെ ഇപ്പോൾ ഒരു വ്യത്യാസം വന്നിരിക്കുകയാണ്. അതായത് വീണ്ടും ആക്രമണം കടുപ്പിക്കുമ്പോൾ സംഘർഷങ്ങൾ ഇനിയും രൂക്ഷമാകും. IRGC അടങ്ങിയിരിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അമേരിക്കയും അടങ്ങിയിരിക്കുന്നില്ല. അവിടെ പ്രകോപനം തുടരുകയാണ്. ഇറാൻ ശക്തമായി തിരിച്ചടിച്ചിരിക്കുകയാണ് അമേരിക്ക. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്.